കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കൊച്ചിൻ നിലമ്പൂരിൽ പ്രാദേശിക മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ഉദ്ഘാടനം ചെയ്തു. വികസന ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ നിർണായക പങ്ക് വഹിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിലമ്പൂർ പ്രസ് ക്ലബ്ബുമായി ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. വികസന പത്രപ്രവർത്തനവും വികസന ആശയവിനിമയവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പളനിച്ചാമി പ്രസ്താവിച്ചു. സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് മതിയായ ഇടം നൽകണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കാൻ മാധ്യമപ്രവർത്തകർ ബാധ്യസ്ഥരാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രത്യേക മേഖലകളിൽ പ്രാവീണ്യം നേടേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചുവരുന്ന ഈ യുഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവണതകൾക്കനുസരിച്ച് യുവാക്കളും വിദ്യാർത്ഥികളും തുടർച്ചയായ നൈപുണ്യ നവീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉയർന്നുവരുന്ന വെല്ലുവിളികൾ എടുത്തുകാണിച്ചുകൊണ്ട് നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വ്യാജ വാർത്തകളെയും തെറ്റായ വിവരങ്ങളെയും ഫലപ്രദമായി നേരിടേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു. PIB കൊച്ചിയുടെയും കൊച്ചി ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ K ധന്യ സനൽ ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. പരിപാടിയുടെ ഭാഗമായി നിലമ്പൂരിൽ നിന്നുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകരായ സുരേഷ് മോഹനൻ, CK ജോസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. LSGD ജോയിന്റ് ഡയറക്ടറും മലപ്പുറത്തെ MGNREGS ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുമായ പ്രീതി മേനോൻ VBG റാംജി ആക്ട് എന്ന വിഷയത്തിൽ ആശയവിനിമയം നടത്തി. പുതിയ നിയമത്തിന്റെ പ്രധാന സവിശേഷതകളും അതിന്റെ പിന്നിലെ ലക്ഷ്യങ്ങളും അവർ വിശദീകരിച്ചു. നിലവിലുള്ള പദ്ധതിയെ വിവിധ രീതികളിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പുനഃക്രമീകരിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരെ ഉദ്ദേശിച്ചിട്ടുള്ളതിനാൽ അത് അവരുടെ മൊത്തത്തിലുള്ള ക്ഷേമം ഉറപ്പാക്കുന്നുവെന്ന് അവർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഒരു അവലോകനം എന്ന വിഷയത്തിൽ നിലമ്പൂരിലെ സാമ്പത്തിക സാക്ഷരതാ കൌൺസിലർ വിദ്യാവതി ക്ലാസ് നയിച്ചു. PMEGP, PM മുദ്ര തുടങ്ങിയ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളെക്കുറിച്ച് അവർ വിശദീകരിച്ചു. മീഡിയ പ്രൊഫഷണലും ഫാക്ട് ചെക്കറും AI പരിശീലകനുമായ ഹബീബ് റഹ്മാൻ YP ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ മാധ്യമങ്ങളിലെ ഉയർന്നുവരുന്ന പ്രവണതകൾ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ആശയവിനിമയ മേഖലയിൽ ഉപയോഗിക്കുന്ന വിവിധ AI അധിഷ്ഠിത ടൂളുകളെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിച്ചു. വ്യാജവാർത്തകളെ ചെറുക്കുന്നതിന് അത്തരം ടൂളുകളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രാപ്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. PIB കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മിപ്രിയ SS കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ മാധ്യമ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിച്ചു. പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന്റെ PMEGPയുടെ കീഴിൽ MSMEകൾക്ക് മാർജിൻ മണി ഗ്രാന്റുകൾ നൽകുന്ന പദ്ധതി വഴി വായ്പ ലഭിച്ച സംരംഭക ഹസീന M പദ്ധതിക്ക് കീഴിൽ വായ്പ ലഭിച്ചതിനു ശേഷം തന്റെ ജീവിതത്തിൽ വന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. നിലമ്പൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഉമ്മർ നെയ്വാതുക്കൽ, സെക്രട്ടറി സജിത് പൂക്കോട്ടുംപാടം, കൊച്ചി PIBയിലെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ഷാമില KY എന്നിവരും സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക ലേഖകർ അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് PIB വിവിധ ജില്ലകളിൽ ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.